ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല സർ, മാറ്റുന്നതാണ് നല്ലത്. പ്രിയ, അതെ, അവർ ആർട്ടിസ്റ്റിനെ മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആക്ഷൻ. കട്ട് കട്ട് കട്ട്. പ്രിയങ്ക, എന്താ ഇത്? തന്റെ ഫസ്റ്റ് ഷോട്ടാ ഇത്. സോറി സർ, പെട്ടെന്നായി പോയതുകൊണ്ടാ. കുറച്ച് സമയം എടുക്കുതാൻ. വേണ്ട സർ, ഞാൻ ചെയ്യാം. ആ, ഓക്കെ. ഓക്കെ, ടേക്ക് വാ. കട്ട് 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 കട്ട്. പ്രിയങ്ക, ഡാൻസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതാ. ഡാൻസ് നന്നായി കളിക്കുന്നു പറഞ്ഞതുകൊണ്ടാ തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. കാര്യങ്ങൾ ഇങ്ങനെയാണെ കുറച്ച് ബുദ്ധിമുട്ടാ. ജഗദീഷ്, ഇത് കുഴപ്പമാവോ? കോംപ്രമൈസ് ചെയ്താൽ നമ്മുടെ പടത്തെ അത് ബാധിക്കും. സാർ, നമുക്കൊന്നുകൂടെ ആലോചിക്കാം. എന്തേലും ചെയ്യും. എന്താ, ഇതൊരു സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ? എനിക്ക് പറ്റുന്നില്ല. നിന്റെ മനസ്സ് വേറെ എവിടെ ആയതുകൊണ്ടാ ഇതൊക്കെ ആർക്കാ പറ്റാത്തത്? മിണ്ടാതിരിക്കുന്നുണ്ടോ ഒന്ന്? എന്റെ ഈ ചാൻസ് കൂടെ നഷ്ടപ്പെട്ട സന്തോഷാവൂല്ലോ അല്ലേ? നീ എന്തിനാ എന്നെ കുറ്റം പറയുന്നേ? പിന്നെ ഞാൻ ആരെ കുറ്റം പറയണ്ട? എന്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ആരാ? ചേച്ചിയാ. ബാക്കിയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. എന്തോ പറ്റി? എന്തായി? നല്ല ടെൻഷനില്ല. മറ്റുള്ളവരുടെ പണിയില് അവരെ ടെൻഷനാക്കുമ്പോ ഇവരും ആലോചിക്കട്ടെ ഇവർക്കും ടെൻഷൻ വരുമെന്ന്. മാഡം, പറഞ്ഞാൽ മേക്കപ്പ് അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട. എടോ അജിത്തെ, കുറച്ചുകൂടി സമയം എടുത്ത് എന്തേലും നടക്കുവോ? സാറേ, ഡാൻസ് ഒക്കെ ഉള്ളിന്ന് പറഞ്ഞേ. ഡാൻസ് ഉള്ളിന്ന് വരട്ടെ, പക്ഷെ കാശ് എന്റെ കയ്യിലേക്ക് വരണം. ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ആയാ? സോറി സാർ, ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പറ്റിപ്പോകും. ഇതൊക്കെ റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോ ചിലപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും. താൻ എന്തായി ഉദ്ദേശിക്കുന്നത്? സാർ, നമ്മുടെ ഹീറോയിൻ ഒരു ഡാൻസറാ. അപ്പോൾ ഡാൻസ് വഴങ്ങാത്ത ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാ. അത് നമ്മൾ സ്ക്രിപ്റ്റിനോട് കാണിക്കുന്ന അനീതിയാണ്. നമുക്ക് മറ്റാരെങ്കിലും ഒന്ന് ട്രൈ ചെയ്താലോ? അങ്ങനെ വന്നാ ഇന്നത്തെ ദിവസം പാക്കപ്പ് ചെയ്യാനല്ലോ പറ്റൂ. സാർ, വേറെ നിവൃത്തിയില്ല സാർ. ഇപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ തെരച്ചിൽ തുടങ്ങാം.
ദൈവമേ. നമുക്ക് ഒരു തവണയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോരെ? ഏയ് എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല സർ, മാറ്റുന്നതാണ് നല്ലത്. പ്രിയ, അതെ, അവർ ആർട്ടിസ്റ്റിനെ മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പ്രിയ, പ്രൊഡ്യൂസറും ഡയറക്ടറും ആ കൊറിയോഗ്രാഫറും എല്ലാവരോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതിനെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പ്രിയ, നീ എന്തൊക്കെയായി പറയുന്നേ? എങ്ങനെയെങ്കിലും ഇത് നിലനിർത്തിയേ പറ്റൂ. ചേച്ചിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റും. ഞാൻ അവരോട് എന്ത് പറയാനാ? കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് എന്നെ ഇവിടുന്ന് പുറത്താക്കിയ ഞാൻ പിന്നെ കണിമംഗലത്തേക്കും ഇല്ല, ആറ്റുശ്ശേരിയിലേക്കും ഇല്ല. ശരി, ഞാനൊന്ന് അവരോട് സംസാരിച്ചു നോക്കാം. ജീവിതത്തിൽ ആരെയും ചെറുതായിട്ട് കാണരുത് മാഡം. ആർക്കാണ് നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുക എന്ന് അനുഭവത്തിലൂടെ പറയാൻ പറ്റൂ. സർ, എന്താ കുട്ടി? മാഡം നല്ല കരച്ചില്ല. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഒരു സിനിമയുടെ ഓഡീഷൻ നടക്കുമ്പോൾ എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നതിന്റെ ഒരു കുഴപ്പമായത്. അവർ ചിലപ്പോൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ വേണ്ടത് പെർഫെക്ഷൻ അല്ലേ? ദാ ഈ കൊറിയോഗ്രാഫറും തളർന്നായിരിക്കുന്നത്. അയാൾക്ക് പോലും ഒരു പ്രതീക്ഷയില്ല. സർ, കുറച്ച് സമയം കൊടുത്താൽ ശരിയാവും. കുറച്ച് സമയം തന്നാ താൻ ശരിയാക്കോ?